ഹലോ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ചെറിയ ടിപ്സ് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എന്താണ് ആ ടിപ്സ് എന്നല്ലേ, നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ പല പല ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. ചില വീഡിയോസ് വന്നിട്ട് നന്നായിട്ട് നല്ല വ്യൂവേഴ്സ് കയറി വരും, ചില വീഡിയോസ് വ്യൂവേഴ്സേ കയറാറില്ല. അപ്പോൾ അതെന്താണ്, അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ പലരും വന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞ് പല ടിപ്സുകളും പറയാം, നമ്മളതൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഞാൻ ഹുസു, ഇറ്റ്സ് മീ ഹുസു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ടിപ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ ചെയ്യാം. നമ്മൾ ആ വ്യൂവേഴ്സ് കുറവുള്ള ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതേപോലെ അതിൻ്റെ ടൈറ്റിൽ, അതുപോലെ അതിൻ്റെ ടാഗ്, നമ്മൾ ടാഗ് ചെയ്തത്, ഇതിനെയൊക്കെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ചേഞ്ച് ചെയ്തിട്ട് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മൾ ആ വീഡിയോ, അതിൻ്റെ ഓഡിയോ എവിടെ നിന്നാണോ നമ്മൾ കോപ്പി ചെയ്തിരിക്കുന്നതെങ്കിൽ ആ കോപ്പി ചെയ്ത് നമ്മുടെ ആ വീഡിയോൻ്റെ താഴെ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് ആ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അതിൽ മറ്റുള്ള ആളുകളും പല വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അവരെ സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ള ഒരാൾ, അവരെങ്ങനെയാണോ ഹാഷ്ടാഗ് കൊടുത്തിരിക്കുന്നത്, ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എന്താണ് അവർ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതേപോലെ പകർത്തേണ്ട, കുറച്ച് വ്യത്യസ്തമായിട്ട് അതിനെ പകർത്തി നമ്മൾ ഇതിനൊന്ന് റീസേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള വ്യൂവേഴ്സിനേക്കാൾ കൂടുതൽ വ്യൂവേഴ്സ് വരാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മൾ മറ്റുള്ളവർ പറയുന്ന പോലെ പല ടിപ്സുകൾ അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യുന്നതിൽ അതിൽ ഗുണമുണ്ട്, ഇല്ലായ്മയൊന്നുമല്ല. പക്ഷേ ഞാൻ എൻ്റെ ഓരോ വീഡിയോസിനെയും, നമ്മളിപ്പോൾ നേരത്തെ വ്യൂവേഴ്സ് കുറവുള്ള ഓരോ വീഡിയോസിനെയും ഞാനിങ്ങനെ റീസേവ് ചെയ്ത് ഇടുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടാഗിങ്, ടൈറ്റിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതൊന്നും ഒരു കറക്റ്റ് കണ്ടൻ്റ് അല്ലാത്തത് കൊണ്ടും അതിൻ്റെയൊക്കെ ഒരു കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ മറ്റുള്ളവരുടെയൊക്കെ ഇങ്ങനെ നോക്കി ചെയ്തു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഓരോ വീഡിയോസും ഇങ്ങനെ കുറച്ച് വ്യൂവേഴ്സ് കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമുക്കതിൻ്റെ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസുകളൊക്കെ അറിയില്ലേ, അതും ചെയ്ത പല ആളുകളിലേക്കും അത് എത്തുന്നത് ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ് ഗൂഗിളിൻ്റെ. അപ്പോൾ ആ ബാക്ക് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ വീഡിയോസിൻ്റെ നമ്മൾ ഏത് വീഡിയോ ആണോ റീച്ച് ആവാത്തതെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് എടുത്തിട്ട് ബാക്ക് ലിങ്ക് ജനറേഷനിൽ കൊണ്ടുപോയി കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല സൈറ്റുകളിലേക്കും അത് എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് തുടങ്ങിയത് കൊണ്ടാട്ടോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാനതിൻ്റെ ഓരോ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്ത് കാണിച്ച് നിങ്ങൾക്ക് തരണമെന്നുണ്ട്. പക്ഷേ എൻ്റെ മൊബൈലൊക്കെ പുതിയതാണ്, അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ്, വീഡിയോ റെക്കോർഡിങ്ങിന് അതൊക്കെ എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അതൊന്ന് പഠിച്ചു വരുന്നുള്ളൂ. ഈ മൊബൈലിൻ്റെ പുതിയ സെറ്റ് എടുത്താണ്. അപ്പോൾ ടിപ്സുകൾ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചാൽ ഞാൻ അതിന് റിപ്ലൈ ഇട്ടുതരും. അപ്പോൾ നമുക്കറിയാവുന്ന വിവരങ്ങൾ നമ്മൾ മറ്റൊരാളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും നമ്മൾ ചെയ്യുന്ന വീഡിയോ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ക്യാമറ ക്വാളിറ്റി പ്രധാനമാണ്. കാരണം യൂട്യൂബ് അത് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസുകളൊക്കെ ആണെങ്കിൽ അതിനെ പെട്ടെന്ന് യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ വളരെ വേഗത്തിൽ വ്യൂവേഴ്സ് കയറണമെങ്കിലേക്കുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, അനലിസ്റ്റിക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ എപ്പോഴൊക്കെയാണ് എത്ര ആൾക്കാരാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളതും വ്യൂവേഴ്സ് കയറുന്നതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അനലിസ്റ്റിക് എന്നുള്ളതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീഡിയോസ് അനലിസ്റ്റിക്കിൽ കയറി നോക്കിയാൽ പറ്റും. അപ്പോൾ നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്യാം. ഇത് ചെയ്യുന്നത് മാത്രമല്ല, ഷോർട്ട് വീഡിയോനേക്കാളും എപ്പോഴും ലോങ് വീഡിയോ ചെയ്യാൻ നോക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ചാനൽ തുടങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യണം, ആദ്യം ഷോർട്ട് വീഡിയോസുകൾ ഇട്ടിട്ട് സബ്സ്ക്രൈബിനെ കൂട്ടാൻ നോക്കാം.
അതായത് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് ഒരു 1000 സബ്സ്ക്രൈബ് ഉണ്ടാക്കിയതിന് ശേഷം എന്നിട്ടേ നമ്മൾ ലോങ് വീഡിയോ ചെയ്യാവൂ. കാരണം നമ്മുടെ വീഡിയോ കാണാൻ ആളുകൾ വേണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 1000 സബ്സ്ക്രൈബ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഈ 1000 പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വീഡിയോ കാണാൻ ആളായി. അപ്പോൾ നമ്മൾ എന്ത് കാണിക്കാം, ആ സമയത്ത് 10 മിനിറ്റൊക്കെ ഉള്ള വീഡിയോസ്, ലോങ് വീഡിയോ, എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ പല കണ്ടൻറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഒരേ സാധനം, അതായത് നിത്യേന നമ്മളെ ഇന്നത്തെ വിഭവം എന്താണ്, അല്ലെങ്കിൽ ഇന്നത്തെ ചെടികളെ കുറിച്ചാണെങ്കിൽ ഇന്നത്തെ ചെടികളെ കുറിച്ച്, ഡ്രസ്സിനെ കുറിച്ചാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചിലർ വീട്ടിൽ റീൽസ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ഫാമിലി വ്ളോഗൊക്കെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലും ഒരു കണ്ടൻറ്റ് മാത്രം പിടിച്ച് ചെയ്യുന്നവരുണ്ട്. നമ്മളെന്ത് ചെയ്യുക, പരമാവധി നമ്മുടെ ഒരു കണ്ടൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുക. ആ കണ്ടൻറ്റ് കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ട് അതിന് എഡിറ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്നുള്ള, അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യും തോറും നമുക്ക് എന്താവും, വ്യൂവേഴ്സ് കൂടി വരും. അപ്പോൾ നമ്മുടെ ഓരോ വ്യൂവേഴ്സും 10 മിനിറ്റുള്ളത് ചെയ്താലാണ് നമുക്ക് ഒരു 5 മിനിറ്റെങ്കിലും കിട്ടുക. കാരണം പലരും സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്കെന്താവും, പിന്നെ ആളുകൾ കണ്ടു എന്ന് വരും, പക്ഷേ അതിൻ്റെ കറക്റ്റ് ടൈം വരുന്ന സമയത്ത് നമുക്ക് ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കൊരു 5 മിനിറ്റെങ്കിലും കിട്ടുക. അപ്പം പരമാവധി നമ്മൾ 10 മിനിറ്റ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. 10 കൂടുതലൊക്കെ ചെയ്യുക. ഈ ഷോർട്സ് ചെയ്യുന്നതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് കൂടും. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബ് കൂടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാവൂ, ലോങ് വീഡിയോകൾ ചെയ്യാവൂ. പരമാവധി ഇപ്പോൾ നോമ്പ് തുടങ്ങിയപ്പോൾ നോമ്പായത് കൊണ്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ടിപ്സ് പറയാൻ വേണ്ടി നോമ്പിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഗുണമുണ്ടാകുന്ന ടിപ്സുകൾ, എനിക്ക് എൻ്റെ അനുഭവത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെങ്കിൽ അത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. അടുത്ത ഓരോ വീഡിയോസിലും ഞാനത് ഓരോന്നോരോന്ന് ഷെയർ ചെയ്ത് തരും. മാത്രമല്ല ഇനി പല കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. ഭക്തി സാന്ദ്രമായ പ്രദേശങ്ങൾ, അതായത് അമ്പലങ്ങളായിക്കോട്ടെ, പള്ളികളായിക്കോട്ടെ, ചർച്ചുകളായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ വീഡിയോസുകളൊക്കെ ഇനി എൻ്റെ ഭാഗത്തു നിന്ന് വരും. കാരണം നമ്മൾ ഇനി ഒരു യാത്രയ്ക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് യൂട്യൂബിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് പല കണ്ടൻറ്റുകളായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എപ്പോഴും എത്താൻ സാധ്യതകളുണ്ട്. അപ്പോൾ കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്യുക. പറഞ്ഞില്ലേ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനൊന്നും ക്ലിക്ക് ചെയ്യാനൊന്നും ആയിട്ടില്ല എങ്കിലും ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും എന്താണെങ്കിലും അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ട്രിക്കുകളൊക്കെ ഒന്ന് ചെയ്യുക. അതായത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ടാഗിങ്, ഈ 3 നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തത് ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് വീണ്ടും അതിനെ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വ്യൂവേഴ്സ് കൂടും, വാച്ചിങ് അവേഴ്സ് കൂടും. അപ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ ഓരോ കണ്ടൻറ്റിനെയും നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. നമ്മളെപ്പോഴും നമ്മളിപ്പോൾ കണ്ടില്ലേ, തമ്പലൈനൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് 1000 സബ്സ്ക്രൈബർ വേണോ, നിങ്ങളിങ്ങനെ ചെയ്യും, വെറുതെ കേട്ടോ, ഒന്നും ആവില്ല. നല്ല കണ്ടൻറ്റുകൾ നല്ല ആളുകളിലേക്ക് എത്തിയാൽ മാത്രമേ 1000 സബ്സ്ക്രൈബ് ആവൂ. അവരുടെ ഒരിത് കേട്ടിട്ട് ഞാനും കുറേയൊക്കെ ചെയ്ത് നോക്കിയാണ്, ഒന്നുമില്ല. 10 ആൾ, 5 ആൾ, 3 ആൾ ഇങ്ങനെയൊക്കെയാണ് കയറുന്നത്. ലേഡീസുകളുടെ വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് കയറുക. ആണുങ്ങളുടെ വീഡിയോസിന് അത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് കയറില്ല. അതുകൊണ്ട് നമ്മൾ പരമാവധി ആണുങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു കണ്ടൻറ്റ് പിടിച്ച് കറക്റ്റായിട്ട് ചെയ്യുക. നല്ല വൃത്തിയുള്ള വീഡിയോസുകൾ ചെയ്യുക. അതേമാതിരി പെൺകുട്ടികളാണെങ്കിൽ അവർ എന്ത് ചെയ്താലും അവർക്ക് സബ്സ്ക്രൈബ് കയറും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, നല്ല കണ്ടൻറ്റുകൾ തിരഞ്ഞെടുത്ത് അതിനെ നന്നായിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടും, വ്യൂവേഴ്സ് കൂടും, വാച്ചിങ് അവർ കൂടും. വാച്ചിങ് അവർ കൂടിയാൽ മാത്രമേ കാര്യമുള്ളൂ. 1000 സബ്സ്ക്രൈബ് ആയതുകൊണ്ട് കാര്യമല്ല. നമുക്ക് 365 ദിവസത്തിൽ ഇത്ര സബ്സ്ക്രൈബ് കയറുന്നുണ്ടല്ലോ. അപ്പോൾ അത് വാച്ചിങ് അവേഴ്സ് കൂട്ടണം. അപ്പോൾ അത് കൂട്ടണമെങ്കിൽ നമ്മൾ നല്ല കണ്ടൻറ്റുകൾ നല്ല വൃത്തിയിൽ ലോങ് വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് കൂടുതലുള്ളൂ. ഷോർട്ട്സ് ഇട്ടതുകൊണ്ട് വലിയ കാര്യമല്ല. അതുകൊണ്ട് പരമാവധി 10 മിനിറ്റ് ദൈർഘ്യമുള്ള
ലോങ് വീഡിയോകൾ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു അറിവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരും. സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. ഓക്കെ, ബൈ.